രാവിലെ 5 മണിക്ക് എണ്ണിക്കും, 4 മണിക്ക് 4 മണിക്ക് എണ്ണിക്കും. ഇവള് കറക്റ്റ് 4 മണിക്ക് എണ്ണിട്ട് താഴത്തെ ബെഡ്റൂമിൽ വന്ന് കിടക്കും. ഒരു 10 ദിവസം ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു 10 ദിവസം ആണെങ്കിൽ 8 ദിവസം അങ്ങനെ ആയിരിക്കും. 2 ദിവസം മാത്രം എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇവിടെ വന്ന് കിടന്നാൽ പോരാ, നീ അവിടെ താഴെ വലിയ കാര്യമായിട്ട് ഇവിടെ വെള്ളം കുടിച്ചിരുന്നിട്ട് ഇവിടെ വന്ന് കിടക്കും. എന്നിട്ട് ചോദിക്കാൻ പറയാം അത് ക്ഷീണമായിരുന്നു എന്ന് പറയും. അതെനിക്ക് 1-2 ദിവസം എനിക്ക് തൈറോയ്ഡ് കൂടിയിട്ട് അങ്ങോട്ടാന്ന് തോന്നുന്നു. എനിക്ക് ഭയങ്കര ക്ഷീണം വന്നു. അതുകൊണ്ട് ഞാൻ എന്റെ ഗതികേട്ട് അതെന്താണെന്നറിയോ, ഒരു ബെഡിന്റെ ഒരു ശകലം ചുളുങ്ങിയ അപ്പം മനസ്സിലാവും ഞാൻ അവിടെ കിടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. കുറച്ചല്ല, ഇച്ചിരി അധികം. അപ്പൊ ഞാൻ അവിടെ വന്ന് ഒരു 10 മിനിറ്റ് കിടന്നിട്ട് ഞാൻ എഴുന്നേറ്റ് പോയി. നീ അവിടെ അച്ഛനെങ്ങനെ അറിഞ്ഞു? എഴുന്നേറ്റ് വരുന്നത് പിന്നെ എങ്ങനെ അച്ഛനെ സ്ലീപ്പ് ചെയ്ത എണീറ്റ മുഖം മുഖമായിരിക്കും. താഴെ വന്ന് കിടന്നുറങ്ങുന്നു. ഇവിടെ വന്ന് കിടന്നു. ബേസിക്കലി എന്താണെന്നറിയോ, താഴെ വന്ന് ഇൻസ്റ്റാഗ്രാം നോക്കിക്കൊണ്ട് അങ്ങ് ഉറങ്ങിപ്പോവും. പിന്നെ എപ്പോ എണീക്കും? പിന്നെ ഞാൻ 7:30 8 മണിയാകുമ്പോൾ ആ സമയത്ത് എണീക്കത്തുള്ളൂ. ഒന്നോ രണ്ടോ ദിവസം ചിലപ്പോ അങ്ങനെ അത്രേ ഉള്ളൂ. ഞാൻ മഴയുള്ളപ്പോഴും മഴയില്ലാത്തപ്പോഴും ഞാനുണ്ടല്ലോ എന്റെ സിനിമയുടെ കാര്യങ്ങൾ തീർക്കുന്നത്, പിള്ളേരുടെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാ സാധനവും രാവിലെ ചെയ്യുന്നത്. അപ്പൊ ഞാൻ അത് കഴിഞ്ഞ് രാവിലെ 5 മണിക്ക് 6 മണിക്ക് ആര് ഫോൺ എടുക്കാനാ സിനിമയുടെ കാര്യം തീർക്കും? 10 മണി കഴിഞ്ഞ് 11 മണി കഴിഞ്ഞിരിക്കില്ല, വെറുതെ സിനിമയുടെ കാര്യം പറഞ്ഞേ. സിനിമാക്കാർ കുറെ മിക്കവരും നേരത്തെ എഴുന്നേൽക്കുന്നവർ, ആർട്ടിസ്റ്റ് മാത്രമേ ഉള്ളൂ സിനിമാക്കാർ 11 മണി 12 മണിക്ക് എണ്ണിക്കത്തുള്ളൂ. അത് ഷൂട്ടൊക്കെ കഴിഞ്ഞ് ലേറ്റ് ആരായാലും. ഞാൻ ജേർണൽ ചെയ്യാറില്ലേ, ഞാൻ ഓരോ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ 10 ദിവസം ഉണ്ടെങ്കിൽ 2 ദിവസം ചെയ്യും. പിന്നെ എഗ്രിമെന്റ്സ് വായിക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. എന്റെ വർക്ക് എല്ലാം രാവിലെയാ. എനിക്ക് വിശ്വാസമില്ല, ഞാൻ പറയാനുള്ള പറഞ്ഞു. ഇന്ന് എന്തായാലും അതിനൊരു ധാരണ ഇല്ലല്ല, ഞാൻ പറയുന്ന 2:30-3 മണി വരെ ടി വി കണ്ടിരിക്കുന്ന ഫുട്ബോൾ വരാൻ നമ്മൾ മലപ്പുറം ആണല്ലോ. ഫുട്ബോളിന്റെ സമയം മാത്രം അല്ല, ഫുട്ബോൾ ഇരുന്ന് കാണും. ഫുട്ബോൾ കഴിഞ്ഞിട്ടുള്ള കാര്യം മിനിഞ്ഞാന്ന് രാത്രി ഞങ്ങള് കിടന്നുറങ്ങും. പറഞ്ഞോണ്ടല്ലോ ഒച്ച ഞാൻ ചാടി ബ്രസീലല്ല, ക്രൊയേഷ്യ അല്ലേ, ക്രൊയേഷ്യ ഗോൾ അടിച്ചെന്ന് പറഞ്ഞോണ്ട് എന്നാ ബഹളമായിരുന്നു. ഫുട്ബോൾ ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, എന്തൊക്കെയാ, ഏതാ ബോള്, എത്ര ബോളുണ്ട് ഒന്നും അറിയത്തില്ല. രാണ്ടന്മാരുടെ കളിയാണ്, നമുക്ക് താല്പര്യം. അടുത്ത ക്ലിക്ക് ബൈറ്റ്. സാൻഡ്ര തോമസ് ഫുട്ബോളിനെ പറ്റി പറഞ്ഞത് ഭ്രാന്തന്മാരുടെ കളിയാന്നാണ്. ഇന്നലെ രാത്രി 7 മണിക്കായിരുന്നു ഇന്റർവ്യൂ. ഇങ്ങനെയല്ലേ വരുന്നത്, നോക്കുമ്പോ അത് 10 മിനിറ്റ് എടുത്തിടുന്നത്. പക്ഷെ എന്തായാലും നമ്മുടെ ചില കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയുന്നത് നല്ലതല്ലേ. അപ്പൊ എന്തായാലും അത് നല്ല കാര്യം. ഇനി അനുഭവിച്ചോട്ടെ ട്രോളെല്ലാം കൂടെ. അല്ലല്ല, ഐ മീൻ വഴക്കിട്ട് പിണങ്ങിക്കഴിഞ്ഞാൽ ആദ്യം മിണ്ടാൻ വരുന്നത് ആര്? വഴക്ക് കൈ ചൂണ്ടരുത്, ക്ലൂ ആണ് കൈ ചൂണ്ടിയാൽ. ഓക്കെ, കൈ പൊക്കിക്കോ. ആരായിരിക്കും? എനിക്ക് നിങ്ങൾ ഭയങ്കര അതെന്താണെന്നറിയോ, നമ്മള് വഴക്കിട്ടെന്ന് വെച്ചോ, ഒന്ന് ബ്രീത്ത് ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുക്കണം. എനിക്ക് പിന്നെ അത് തീർത്തിട്ടേ പറ്റുള്ളൂ, അല്ലെങ്കിൽ വഴക്കിട്ട് കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞില്ല. സ്പേസ് തരൂല, മിണ്ടാതിരിക്കാനായിട്ടൊരു അവസരം വേണ്ടേ. കുറച്ചു നേരങ്ങളൊന്നും മിണ്ടായിരിക്കാൻ സമ്മതിക്കില്ല. അതേ ഞാൻ പറഞ്ഞ വഴക്കിടത്തില്ലെന്ന്. മിണ്ടായിരിക്കാൻ സമ്മതിക്കത്തില്ല. വെരി സ്മാർട്ട്. ഓക്കേ, അതോ ആ മിണ്ടാതിരിക്കുന്നതിന് തൊട്ട് മുമ്പുണ്ടല്ലോ എന്നെ പറയാനുള്ളതെല്ലാം പറയും. ഫുൾ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നിട്ട് എനിക്ക് മിണ്ടായിരിക്കാൻ പറ്റത്തില്ല, ഞാൻ പിണങ്ങിയിരിക്കാൻ പറ്റത്തില്ല. അപ്പോഴേ എന്റെ അടുത്ത് പിന്നെ ഇങ്ങനെ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കും. ഈ ഇറിറ്റേഷൻ ഓർത്തിട്ട് ഞാൻ പറയും ഞാൻ ശരി. ആക്ച്വലി നല്ല കാര്യങ്ങളാ. ഓക്കെ, ആദ്യമായി ഒരുമിച്ച് തിയേറ്ററിൽ പോയി കണ്ട സിനിമ? കല്യാണത്തിന് ശേഷം
അങ്ങനെ പറയാൻ പാടില്ല, നോക്കാൻ പാടില്ല. അറിയത്തില്ലെങ്കിൽ ഒന്നും എഴുതണ്ടല്ലോ. അറിയത്തില്ല ഒന്നും എഴുതണ്ട, അറിയാമെങ്കിൽ എഴുതുക. അറിയത്തില്ല. ഗസ് എഴുതിക്കോ. അറിയത്തില്ല, പൊരുത്തമുണ്ടല്ലോ. രണ്ടുപേർക്ക് അറിയത്തില്ല, അപ്പൊ പൊരുത്തമായില്ലേ? പക്ഷേ ഞങ്ങള് പെണ്ണ് ഫസ്റ്റ് ഞങ്ങൾ അമ്മ കണ്ടില്ലേ, അന്ന് ഞങ്ങളൊരു സിനിമ അന്ന് അത് എഴുതിക്കോ തൽക്കാലം. അതിനിപ്പോ എഴുതാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ വെറുതെ റൂഡാവേണ്ട ആവശ്യമില്ല. അന്നൊരു പടം കണ്ടു. അത് കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഏതാ ഫസ്റ്റ് കണ്ട്? അത് ഓർമ്മയില്ല, അന്ന് ഓർമ്മയില്ല. നിലമ്പൂര്, അവിടെ നിലമ്പൂര് ഏതെങ്കിലും പടം കണ്ടു? നിലമ്പൂർ തിയേറ്ററിൽ മറ്റേ വൈകുന്നേരം പോയി കണ്ടത്. ഇല്ല, പുലിമുരുകനല്ലേ? അല്ല, പുലിമുരുകനൊന്നുമല്ല. ചിക്കുവിന്റെ കൂടെ പോയി കണ്ടേ? അല്ല. അതെ ചിക്കുവിന്റെ കൂടെ ഇത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അത് എഴുതി. അപ്പൊ പേന നോക്കി പിടിച്ചു. പേന നോക്കി പിടിച്ചു, കാണിക്കാലോ അല്ലേ? കോൺജുറിങ് 100-ൽ 100 മേടിച്ച ആദ്യത്തെ ക്വസ്റ്റിന് ഫസ്റ്റ് ഡേ പെണ്ണ് കണ്ട ദിവസം ഒന്ന് ആലോചിക്ക്. ഫസ്റ്റ് ഡേ ഞങ്ങൾ തമ്മിൽ കാണുന്ന അന്ന് പോയി കണ്ട സിനിമയാ കോൺജുറിങ്. ഇവള് ഇങ്ങനെ പൊത്തിയിരിക്കും, പേടിയാ. ആണല്ലേ? അപ്പൊ പിന്നെ എന്തായാലും ഓർമ്മ വരുമല്ലോ. ഹെർ biggest goal to be achieved. എന്താ biggest goal to be achieved? Same question. അത് ഉൾട്ട എഴുതി. ഉണ്ടല്ലേ? അപ്പൊ നമ്മളൊക്കെ ഒരു വൈബാ. ഓക്കെ ഇവളുടെ കാണിക്കൂ. എന്താ ഗോൾ? എന്താ? ആണോ? ഗോളില്ല. എനിക്ക് ഗോളില്ല. ജീവിതത്തിൽ ഗോളില്ല. ജീവിതത്തിൽ ഒരു ഗോളും ഇല്ല. ഓക്കെ, എന്താ ഗോള്? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഗോളൊന്നും ഇല്ല. പറയുന്നു ഡയറക്ടർ മൂവി. ഇല്ലില്ല, അത് ഇല്ലില്ല, അങ്ങനത്തെ ഒരു ഗോളേ അല്ല. എന്നാലും അടുത്തെങ്ങാനും നടക്കുവോ? ഇല്ലില്ല, അങ്ങനെ ഒരു അതിങ്ങനെ വിജയ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഡയറക്റ്റ് ചെയ്യുന്നൊക്കെ. അപ്പൊ ഞാൻ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ട്, ഡയറക്റ്റ് ചെയ്യണോ വേണ്ട. വിജയ് പറഞ്ഞിരുന്നോണ്ട് ഓക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയതല്ലാതെ എനിക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല ഡയറക്റ്റ് ചെയ്യാൻ. ഇഷ്ടപ്പെട്ട ക്വാളിറ്റി അന്യോന്യം. ഹെർ നല്ല ക്വാളിറ്റി യു റൈറ്റ്, ഹിസ് നല്ല ക്വാളിറ്റി യു റൈറ്റ്. എന്നിട്ട് ഞാൻ ചോദിക്കാം. സ്ട്രൈറ്റ് ഫോർവേഡ്. ഓക്കെ. Honesty and straightforwardness. Honesty and straightforward. Okay. അതാണ് എഴുതിയെന്ന് നോക്കട്ടെ. അല്ല, അതാണ് എഴുതിയത്. അപ്പൊ കറക്റ്റാ. സ്ട്രേറ്റ് ഫോർവേഡ്. ഇനി എന്തായിരിക്കും സാൻഡ്ര തോമസിന്റെ ഇഷ്ടപ്പെട്ട ക്വാളിറ്റി? That is what I wrote. No, അശ്വന്റെ ഇഷ്ടമുള്ള ക്വാളിറ്റി എന്തായിരിക്കും? എനിക്ക് ഇഷ്ടമുള്ള ഇഷ്ടപ്പെട്ട ക്വാളിറ്റി എന്തായിരിക്കും? അതിൽ ഞാൻ എഴുതിയിട്ടുണ്ടാവുക. എന്നാലും പറ, ആശന്റെ എന്ത് ക്വാളിറ്റി ആയിരിക്കും എനിക്ക് ഇഷ്ടം? അതെ, അതാണ് ക്വസ്റ്റ്യൻ. എനിക്കറിയത്തില്ല, എന്നാലും കിട്ടുന്നില്ല. ഒരെണ്ണം അങ്ങനെ ഇഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ. എന്നാ അതിപ്പോൾ അറിയാൻ പോവുകയാണ്. അത് അറിയാത്ത ഒരു വ്യക്തിയാണ്, അതിപ്പോ അറിയാൻ പോവുകയാണ്. എന്താ ഇതെങ്ങനെ? കൂൾ നേച്ചർ, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. കൂൾ നേച്ചർ, അത് പറയാം. എല്ലാം ടെൻഷനേ ഇല്ല. ഞാൻ ഇന്ന് വരെ ടെൻഷൻ അടിച്ച് കണ്ടിട്ടില്ല. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യത്തില് വറീഡ് ആവൂലേ, അതെങ്ങനെ ചെയ്യും, ഇതെങ്ങനെ ചെയ്യും, ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കും, അങ്ങനൊന്നും ഒരു പറയില്ല ഒരു കാര്യത്തിനെ കുറിച്ച്. ഞാൻ പറയാൻ വരുമായിരുന്നു. അത് ആക്ച്വലി ഞാൻ ഒരു കാര്യം പറയട്ടെ. വെരി ഗുഡ് ആറ്റിറ്റ്യൂഡ്. I'll give a shake hand for that. കാരണം എന്താണെന്നറിയോ? നമുക്ക് കൂടെ നിൽക്കുന്നവർക്കും പ്രഷർ ഇല്ല. അതിന്റെ ഒരു ഗുണം, no regret about the past, just living the present. No future also.